നമസ്കാരം. നാസ്കോ സിമൻസ് പുത്തൻകുട്ടിക്കുപ്പായം പവർഡ് ബൈ ആധാർ ഗോൾഡൻ ഡയമണ്ട്സ് പ്രസന്റഡ് ബൈ കിവി ഐസ്ക്രീംസിന്റെ ഇന്നത്തെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. 18 പേരായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഈ ജേർണിയിൽ ഇപ്പോൾ 10 കുട്ടികളാണ് നമ്മുടെ കൂടെ ഉള്ളത്, നമ്മുടെ ടോപ്പ് 10 കണ്ടസ്റ്റൻസ്. ഈ ടോപ്പ് 10 കണ്ടസ്റ്റൻസിൻ്റെ മ്യൂസിക്കൽ ജേർണി, അവരുടെ പേഴ്സണൽ ലൈഫിലെ കുറച്ച് വിശേഷങ്ങൾ, അതുപോലെ ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന കോമ്പറ്റീഷൻസ് എന്ന് പറയുന്നത് നല്ല ടൈറ്റ് ആയിരിക്കും. കാരണം ഇനി നമ്മുടെ ഒരു സെറ്റിലായിരിക്കോ കോമ്പറ്റീഷൻ എന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഓപ്പൺ എയറിലൊക്കെ ഒരുപാട് പേരുടെ മുമ്പിലായിരിക്കും അവരിനി പെർഫോം ചെയ്യാൻ പോകുന്നത്. ക്വാർട്ടർ ഫിനാലെ, സെമി ഫിനാലെ, അത് കഴിഞ്ഞ് നമ്മുടെ ഗ്രാൻഡ് ഫിനാലെ വരെ പോകാനുള്ള 10 കണ്ടസ്റ്റൻസ് ആണ് ഇപ്പോൾ നമ്മുടെ ഈ കോമ്പറ്റീഷൻസിൽ ബാക്കി നിൽക്കുന്നത്. ഇവരുടെ എക്സ്പീരിയൻസസും കാര്യങ്ങളൊക്കെ അറിയാനുള്ള ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് ആയിരിക്കും ഇനി അങ്ങോട്ട് നമ്മൾ നടത്താൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ മ്യൂസിക്കൽ ജേർണിയൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് നമ്മുടെ സ്വന്തം അസ്ലഹാണ്. ഖൽബിന്റെ നൊമ്പരങ്ങളറിയുന്ന സുബ്ഹാനേ, കഥനങ്ങൾ തീർത്തു റഹ്മാനേ, നിന്നെ കനിവിന്റെ തിരുനോട്ടം കൊണ്ടു നേട്ടം ചൊരിയണേ, കുദ്റത്താലമൈത മന്നാനേ. ഖൽബിന്റെ നൊമ്പരങ്ങളറിയുന്ന സുബ്ഹാനേ, കഥനങ്ങൾ തീർത്തു റഹ്മാനേ, നിന്നെ കനിവിന്റെ തിരുനോട്ടം കൊണ്ടു നേട്ടം ചൊരിയണേ, കുദ്റത്താലമൈത മന്നാനേ. ഇറയോനെ നിന്റെ നേരിഞ്ഞരുൾ പാടെ മറന്ന്, ഇബ്ലീസിൻ കെണികളിൽ കുടുങ്ങി ഞാൻ നടന്ന്. ഇറയോനെ നിന്റെ നേരിഞ്ഞരുൾ പാടെ മറന്ന്, ഇബ്ലീസിൻ കെണികളിൽ കുടുങ്ങി ഞാൻ നടന്ന്. ഇന്നിതായനെ ദോഷം പോകുത് പോൽ മറന്ന്, ഒക്കെയും ഒട്ട് പൊരിയുകയാളല്ലാ. തണിനീയേ തുണനീയേ യാ അല്ലാഹ്, ഇഹവും പരവും ഖൈറാക്കല്ല, ഈമാനുള്ളം തെളിവാക്കല്ല. ഖൽബിന്റെ നൊമ്പരങ്ങൾ അറിയുന്ന സുബ്ഹാനേ, കഥനങ്ങൾ തീർക്കൂ റഹ്മാനേ, നിന്റെ കനിവിന്റെ തിരുനോട്ടം കൊണ്ടു നേട്ടം ചൊരിയണേ, കുദ്റത്താലമൈത മന്നാനേ. മാലിക്കുൽ മുലുക്കിയൻ പിഴവുകൾ പൊറുക്ക്, മൗത്തിന്റെ നേരം ഈമാനുറയ്ക്കുവാൻ തുണയ്ക്ക്. മാലിക്കുൽ മുലുക്കിയൻ പിഴവുകൾ പൊറുക്ക്, മൗത്തിന്റെ നേരം ഈമാനുറയ്ക്കുവാൻ തുണയ്ക്ക്. മുൻതൂക്കമാമലുകൾ ആകാൻ റബ്ബ് വിധിക്ക്, മിന്നൽ പോലെ സിറാത്ത് കടത്തല്ല. തണിനീയേ തുണനീയേ യാ അല്ലാഹ്, ഇഹവും പരവും ഖൈറാക്കല്ല, ഈമാനുള്ളം തെളിവാക്കല്ല. ഖൽബിന്റെ നൊമ്പരങ്ങൾ അറിയുന്ന സുബ്ഹാനേ, കഥനങ്ങൾ തീർക്കൂ റഹ്മാനേ, നിന്റെ കനിവിന്റെ തിരുനോട്ടം കൊണ്ടു നേട്ടം ചൊരിയണേ, കുദ്റത്താലമൈത മന്നാനേ. ഖൽബിന്റെ നൊമ്പരങ്ങൾ അറിയുന്ന സുബ്ഹാനേ, കഥനങ്ങൾ തീർക്കൂ റഹ്മാനേ, നിന്റെ കനിവിന്റെ തിരുനോട്ടം കൊണ്ടു നേട്ടം ചൊരിയണേ, കുദ്റത്താലമൈത മന്നാനേ. അസ്ലഹേ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. നല്ല ഹാപ്പിയിലാണ് ഇപ്പോൾ അല്ലേ? എന്താണ് ഹാപ്പിനെസിന്റെ ഫസ്റ്റ് റീസൺ? അങ്ങനൊന്നുമില്ലേ? നീ ടോപ്പ് 10 ഒരാളല്ലേ, അതിൽ ഹാപ്പി അല്ലേ? പിന്നെ 10ാം ക്ലാസ്സിന്റെ എക്സാം കഴിഞ്ഞ് നിൽക്കാണ് അല്ലേ? അപ്പം ഡബിൾ ഹാപ്പിയാണ്.
അപ്പം അസ്ലഹിന് നമ്മുടെ പുത്തൻ കുട്ടിക്കുപ്പായത്തിൽ വന്നിട്ട് ഈ ടോപ്പ് 10 ഞാൻ എത്തും എന്ന് എപ്പോഴെങ്കിലും തോന്നിയിരുന്നോ? ഇല്ല, ഒരിക്കലും തോന്നിയിട്ടില്ല. തോന്നിയിട്ടില്ല. അതിന് വേണ്ടിയിട്ട് കുറേ വർക്ക് ചെയ്തിട്ടുണ്ടോ? അതെ, ഉണ്ട്. അപ്പം നമ്മളെ പ്രേക്ഷകർക്ക് അറിയാം, ആദ്യം വന്ന സമയത്ത് അസ്ലഹിന് കുറച്ചൊരു ഒന്ന് മടിച്ച് ഒന്ന് ബാക്കോട്ട് നിന്ന ഒരാളാണ് അല്ലേ? പക്ഷെ ഇപ്പോൾ ആ അസ്ലഹിൽ നിന്ന് ഇപ്പോൾ കുറച്ച് ബെറ്റർ ആയി എന്നൊരു ഫീൽ വരുന്നുണ്ടോ? ഉണ്ട്. അപ്പം അത് പുത്തൻ കുട്ടിക്കുപ്പായം കൊണ്ടുണ്ടായൊരു ബെനിഫിറ്റ് ആണ്. ഇവിടെ പുത്തൻ കുട്ടിക്കുപ്പായത്തിൽ വന്നിട്ട് ഇപ്പം എത്ര പാട്ട് പാടി? മൊത്തം 8 പാട്ട് പാടി. ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതായിരുന്നു? ഏറ്റവും ഇഷ്ടപ്പെട്ടത് കോമഡി സോങ്. കോമഡി സോങ് അത് അസ്ലഹിന്റെ എനിക്ക് തോന്നുന്നു ഏകദേശം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു പാട്ടായിരിക്കും. കാരണം അസ്ലഹിന്റെ നമ്മളൊരു വേറെ വേർഷനാണ് നമ്മളവിടെ കണ്ടത് അല്ലേ? എല്ലാവരും കുറേ ചിരിച്ച് കുറേ എൻജോയ് ചെയ്ത് നല്ല മാർക്കും ഉണ്ടായിരുന്നില്ല ആ പാട്ടിന്. അപ്പം എന്താണ് ഈ പ്രേമം, എന്ത് കുന്താണ് ഈ പ്രേമം എന്നൊക്കെ പറഞ്ഞ പാട്ട് പാടുവോ? 2 വരി. എന്താണീ പ്രേമം, എന്ത് കുന്താണീ പ്രേമം, എന്താണീ പ്രേമം, എന്ത് കുന്താണീ പ്രേമം, അത് എവിടെ തുടങ്ങും ആദ്യം, അത് എവിടെ കുറിക്കും അന്ത്യം, അതിലെന്താണ് ഇത്രയും ബഹളം, അതിലെന്താ വിജയം കിരണം, അതുകൊണ്ടെന്താണ് ഉദ്ദേശം, അത് അറിയുക എന്നത് അവശ്യം 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 അവശ്യം. എന്താണീ പ്രേമം, എന്ത് കുന്താണീ പ്രേമം. പെണ്ണും കണ്ട് അവരങ്ങനെ പ്രേമം കൊണ്ട്, ആണും പെണ്ണും കണ്ട് അവരങ്ങനെ പ്രേമം കൊണ്ട്, അവളോ ഒരു പൂച്ചെണ്ട് പിന്നെ അവനോ അതിലൊരു വണ്ട്, ആണും പെണ്ണും കണ്ട് അവരങ്ങനെ പ്രേമം കൊണ്ട്, അവളോ ഒരു പൂച്ചെണ്ട് പിന്നെ അവനോ അതിലൊരു വണ്ട്, അങ്ങനെ കണ്ട് കൊണ്ട് ചെണ്ട് വണ്ട്. എന്താണീ പ്രേമം, എന്ത് കുന്താണീ പ്രേമം. അണഞ്ഞു പ്രേമ വസന്തം പിന്നെ ചൊരിഞ്ഞു നിസ്തുല ചന്തം, പിന്നെ അനുരാഗ സുമസുഗന്ധം, പിന്നെ അമൃതമാണ് മകരന്തം. കെട്ടിവരിഞ്ഞൊരു ബന്ധം കെട്ടഴിഞ്ഞു മന്ദമന്ദം, ആ കത്തിയരിഞ്ഞൊരു പന്തം കെട്ടണഞ്ഞപ്പോൾ വെറും കുന്തം. അത്ഭുത പ്രേമാനന്ദം പിന്നെ അസഹനീയമത്യന്തം, ആ ദൈവിക പ്രേമബന്ധം ഒടുവിൽ ദയനീയമാം ദുരന്തം, ദയനീയമാം ദുരന്തം. ആ കത്തിയെരിഞ്ഞൊരു പന്തം കെട്ടണഞ്ഞപ്പോൾ വെറും കുന്തം, ആ കത്തിയെരിഞ്ഞൊരു പന്തം കെട്ടണഞ്ഞപ്പോൾ വെറും കുന്തം, പ്രേമബന്ധം വെറും കുന്തം. ആ പാട്ട് പാടുമ്പോൾ തന്നെ നമുക്ക് അസ്ലഹിന്റെ ഒരു ആ പാട്ടിലേക്കുള്ള എഫേർട്ട് അത് ടെലികാസ്റ്റ് ചെയ്ത സമയത്തൊക്കെ ഉണ്ടായിരുന്നു. കുറെ ഫാൻസിനെ കിട്ടിയോ അതിനുശേഷം? അങ്ങനെ ഫാൻസ് കുറച്ച് യൂട്യൂബിലൊക്കെ വീഡിയോസിന്റെ താഴെ അസ്ലഹിനെ സപ്പോർട്ട് ചെയ്തിട്ട് കുറെ പേര് വരാറില്ലേ? അതെ, ഉണ്ട്. അപ്പൊ അതൊക്കെ കാണുമ്പോൾ എന്താ ഫീൽ ചെയ്യുന്നത്? ഹാപ്പി, നല്ല ഹാപ്പിയാണ്. നല്ല ഹാപ്പിയാണ്. ഓക്കെ, അപ്പോൾ അസ്ലഹിന്റെ മ്യൂസിക്കൽ ജേർണി എന്ന് പറയുമ്പോൾ പാട്ട് പഠിച്ചിട്ടുണ്ടോ? അതെ, പഠിച്ചിട്ടുണ്ട്. എങ്ങനെയായിരുന്നു? ആരുടെ നിന്നാണ് പഠിച്ചത്? പിന്നെ നമ്മുടെ ഷോയിൽ വരുമ്പം ആരാണ് മെന്റേഴ്സ്, ആരാണ് പാട്ടൊക്കെ സെലക്ട് ചെയ്തിരുന്നത്? അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാം. ഞാൻ ആദ്യമായിട്ട് മ്യൂസിക് പഠിച്ചത് നിസാർ മാഷിൻ്റെ കീഴിലായിരുന്നു. അത് ക്ലാസിക്കലായിരുന്നു നിസാർ മാഷിൻ്റെ കീഴിൽ. പിന്നെ ട്രഡീഷണൽ മാപ്പിള പാട്ട് ബാപ്പു കൂട്ടിൽ സാറിൻ്റെ കീഴിലും പഠിച്ചിട്ടുണ്ട്. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണത് എൻ്റെ പാരൻസാണ്. പാട്ടൊക്കെ സെലക്ട് ചെയ്യണത് വാപ്പയാണ്. അപ്പോൾ വാപ്പയ്ക്ക് എങ്ങനെ മ്യൂസിക്കിലേക്ക് താല്പര്യമൊക്കെ ഉള്ളതാണോ? അതെ അതെ. പാടാറുണ്ടോ? കുറച്ചൊക്കെ പാടും. അപ്പം അസ്ലഹ് പാടിയതിൽ വീട്ടിൽ ഉപ്പാക്കും ഉമ്മാക്കൊക്കെ ഏറ്റവും ഇഷ്ടമായിട്ട് മോനെ ഇത് നീ നന്നായിട്ട് പാടി എന്ന് ഒരു അഭിപ്രായം വന്നൊരു പാട്ട് ഏതാ നമ്മുടെ ഷോയിൽ പാടിയതിൽ? അത് മാളികയിൽ മുടിച്ചുടി വിളങ്ങും. മാളികയിൽ. അപ്പോൾ നമുക്ക് ആ പാട്ടിന്റെ 2 വരിയും കൂടെ പാടിയടാം. മാളികയിൽ മുടിച്ചുടി വിളങ്ങും മലർ നാരി, തങ്കത്താലി പോലെ കതിർ കത്തി തിളങ്ങും പൂതു നാരി.
മാളികയിൽ മുടിചുടി വിളങ്ങും മലർ നാരി തങ്കത്താലി പോലെ കതിർ കത്തി തിളങ്ങും പുതുനാരി മല്ലികപ്പൂ മണമുള്ള പെണ്ണ്, മാദകത്വം തുളുമുന്ന കണ്ണ്, മാരനില്ലിണ ചേരുന്ന പെണ്ണ് തന്നെ, മലർമേനിയുള്ളൊരു പെണ്ണെ കാണാൻ വരുന്നു നിന്നെ, കരളായ നിന്മാരൻ അണിഞ്ഞു വരുന്നേ. മാളികയിൽ മുടിചുടി വിളങ്ങും മലർ നാരി തങ്കത്താലി പോലെ കതിർ കത്തി തിളങ്ങും പുതുനാരി പഞ്ചവർണ്ണ പൈങ്കിളി പെണ്ണ്, കൊഞ്ചിടും കരികൂവള കണ്ണ്, മൊഞ്ച് പത്തരമാറ്റുള്ള പെണ്ണ് കണ്ണേ, മധുവൂറിടും മല തന്നെ, മണിമാരനൊത്തത് തന്നെ, അത് മുത്തി മണത്ത് സുഖിത്തിട് പൊന്നേ. മാളികയിൽ മുടിചുടി വിളങ്ങും മലർ നാരി തങ്കത്താലി പോലെ കതിർ കത്തി തിളങ്ങും പുതുനാരി. അപ്പൊ ഈ പാട്ടാണ് വീട്ടുകാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അല്ലേ? അപ്പോൾ അസ്ല ഇതിന് വരുന്നതിന് മുമ്പ്, അതായത് നമ്മുടെ ഷോയ്ക്ക് വരുന്നതിന് മുൻപേ മാപ്പിളപ്പാട്ടുകൾ തന്നെയായിരുന്നു ഫോക്കസ് ചെയ്യാറ്? അതെ, ആണ്, മാപ്പിളപ്പാട്ടാണ് ഏറ്റവും ഇഷ്ടം. ചെറുപ്പം തൊട്ട് ഏറ്റവും കൂടുതൽ കേക്കലൊക്കെ മാപ്പിളപ്പാട്ടായിരിക്കും അല്ലേ? അപ്പൊ ഇങ്ങനെ മദ്രസയിലും അതുപോലെ സ്കൂളിലൊക്കെ പങ്കെടുക്കാറില്ലേ? പുത്തൻകുട്ടിക്കുപ്പായം കഴിഞ്ഞിട്ട് ഒരു കലോത്സവം വന്നില്ലായിരുന്നോ? അപ്പൊ അതിന് പങ്കെടുത്തപ്പോൾ മുമ്പ് പാടിയ അസ്ലഹും ഇപ്പൊ ഞാൻ പാടുന്ന ഞാനും, അങ്ങനെ ആ രണ്ട് വേരിയേഷൻ എന്തെങ്കിലും വ്യത്യാസം തോന്നിയോ പാടിയ സമയത്ത്? കുട്ടിക്കുപ്പായത്തിൽ വന്നപ്പോൾ നല്ല ഡിഫറെന്റ് ഉണ്ട്. അപ്പം ജഡ്ജസ് പറയുന്ന കമന്റ്സ് കേട്ടിട്ട് നല്ല ബെറ്റർ ആക്കാൻ പറ്റുന്നുണ്ട് അല്ലേ? അപ്പം അസ്ലഹിന്റെ, എനിക്ക് പെട്ടെന്ന് അസ്ലഹിനെ ഓർമ്മ വരുന്നൊരു പാട്ടേ പറയോ, അഴകിന്റെ അഴകെ എന്ന് പറയുന്ന പാട്ടില്ലേ? അതിങ്ങനെ അസ്ലഹ നിന്ന് പാടുന്ന പിക്ചർ ഇപ്പോഴും മൈൻഡിലുണ്ട്. കാരണം ഭയങ്കര ഫോക്കസ്ഡ് ആയിട്ട് നിന്ന് അങ്ങനെ പാടുന്ന ഒരാളാണ്. അപ്പം ഈ പാട്ടൊക്കെ ട്രെയിൻ ചെയ്ത് തരാൻ വേണ്ടിയിട്ട് ഇപ്പം വാപ്പ സെലക്ട് ചെയ്തിരുന്നു എന്നുള്ളത് ഓക്കെ, അതല്ലാതെ ഓരോ ഷെഡ്യൂളിന് മുമ്പും പോയി ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാറുണ്ടോ? നിസാർ മാഷിന്റെ അടുത്തുനിന്നാണ്. ആ പാട്ടൊന്ന് പാടോ. അഴകിൻ്റെ അഴകേ അരിമുല്ല മലരേ, ഈ മലർവാനിയിൽ അണയാമോ തേനിമ്പ കനിയേ, അധരത്തിൽ ഒഴുകും മധുരത്തിൻ ഉറവ് മുഹബത്തിൽ പൊതിഞ്ഞു നീ നൽകാമോ, അധരത്തിൽ ഒഴുകും മധുരത്തിൻ ഉറവ് മുഹബത്തിൽ പൊതിഞ്ഞു നീ നൽകാമോ, അഴകിൻ്റെ അഴകേ ഹരിമുല്ല മലരേ, ഈ മലർവാനിയിൽ അണയാമോ തേനിമ്പ കനിയേ. വിരിഞ്ഞൊരു പൂ മധു കണമുതിർക്കും, അതു കണി വണ്ടിഞ്ഞ് കൊതിയാണ്, ചിറകണിച്ചൊടുവിൽ പറന്നെത്തി അരികിൽ കരവലയെറിഞ്ഞവാടിരിപ്പാട്, കള്ളക്കണ്ണാലെ എന്നെ മയക്കും ചെല്ലക്കിളിയെ ചൊല്ലാമോ, ഉള്ളു പകർന്ന് തരുമോ എൻ്റെ വള്ളിക്കൊടിയിൽ പോരാമോ,
അഴകിൻ്റെ അഴകേ കരിമുല്ല മലരേ ഈ മലർവനിയിൽ അണയാമോ തേനിമ്പ കനിയേ. അപ്പം ക്ലാസിക്കൽ മ്യൂസിക് പഠിച്ചിട്ടുണ്ടോ? ആ. ഉണ്ട് അല്ലേ? അപ്പം ക്ലാസിക്കൽ മ്യൂസിക് പഠിച്ചിട്ട് മാപ്പിളപ്പാട്ട് പാടുമ്പോൾ ഇങ്ങനെ ചിലർ പറയില്ലേ ഇത് രണ്ടും കൂടെ തമ്മിലൊരു ക്ലാഷ് വരാറുണ്ട്, അങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഫീൽ ചെയ്തായിരുന്നു? ഇല്ല. ഫിലിം സോങ്സും ഈക്വലി ഇഷ്ടപ്പെടുന്ന ആളാണ്? അതെ. ആണ്. ഏറ്റവും ഫേവറേറ്റ് സിംഗർ ആരാ? മാപ്പിളപ്പാട്ടിൽ കണ്ണൂർ ഷെരീഫ് ഖാൻ. അല്ലാതെ ഫിലിം സോങ്സിൽ ഹിന്ദി സോങ്സ് ആണെങ്കിൽ അർജിത് സിംഗ്. അർജിത് സിംഗ്. ഓക്കെ. മലയാളം കേൾക്കാറില്ല? ആണ്ട് കേൾക്കാറുണ്ട്. മലയാളത്തിൽ വേറെ ഇഷ്ടമല്ല? യേശുദാസ് സാർ. ഹിന്ദി സോങ്സ് ഒക്കെയാണ് കൂടുതൽ താല്പര്യം അല്ലേ? അതെ. അപ്പോൾ ഒരു ഹിന്ദി പാട്ട് പാടിയാലോ? നമ്മുടെ ഓഡിയൻസ് ഒക്കെ ഇങ്ങനെ അസ്ലഹിന്റെ ഹിന്ദി പാട്ടിനൊക്കെ വേണ്ടി കാത്തിരിക്കും. പഠിക്കും. താനാ ബാനാ താനാ ബാനാ ബുൻതി ഹവാ ഹൈ ബുൻതി ഹവാ ബൂന്ദേ ഭി തൂ ആയേ നഹീ बाज यहाँ है साजिश में शामिल सारा जहाँ है हर जर्रे जर्रे की ये इल्तिजा है ओरे पिया है ओरे पिया ओरे पिया है ओरे पिया. അപ്പൊ ഈ പാട്ട് ഈ അടുത്ത് ഭയങ്കര വൈറലായിരുന്നു അല്ലേ ഈ സോങ്? അപ്പം റിയാലിറ്റി ഷോസ് പണ്ട് തൊട്ടേ കാണുന്ന ഒരാളല്ലേ? നമ്മുടെ ഫസ്റ്റ് റിയാലിറ്റി ഷോ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ലല്ലേ? ഓക്കെ. അപ്പം എങ്ങനെയായിരുന്നു നമ്മുടെ പുത്തൻ കുട്ടിക്കുപ്പായത്തിനെ കുറിച്ച് അറിഞ്ഞതും ആ ഓഡിഷൻ പ്രോസസ്സും അത് കഴിഞ്ഞിട്ടുള്ള പ്രിപ്പറേഷൻസും അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയോ? കുട്ടിക്കുപ്പായത്തിൻ്റെ അതിൻ്റെ ഓഡിഷൻ അറിഞ്ഞത് ഉമ്മയുടെ ഫ്രണ്ട്സ് കൂട്ടുന്നത്, അപ്പോൾ അതിൽ പങ്കെടുക്കാൻ തോന്നി. അങ്ങനെ പറഞ്ഞിട്ടാണ്. അപ്പം ഓഡിഷൻസ് കഴിഞ്ഞ് സെലക്ഷൻ കിട്ടിയപ്പോൾ എന്തായിരുന്നു ഫസ്റ്റ് റിയാക്ഷൻ? ഞാൻ ഒരിക്കലും കിട്ടുന്ന പ്രതീക്ഷിച്ചിട്ടില്ല. അങ്ങനെ വിചാരിച്ച ഒരാൾ ഇപ്പൊ ടോപ്പ് 10-ലാണ് നിൽക്കുന്നത് അല്ലേ? അപ്പൊ അസ്ലഹന് പാടിയ പാട്ടുകൾ വെച്ചിട്ട് ഇപ്പൊ പറഞ്ഞു കോമഡി ഗാനാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന്. ഏറ്റവും കൂടുതൽ മാർക്കും ആ പാട്ടിനായിരുന്നോ? അതെ. ഓക്കെ. അപ്പം ഏതെങ്കിലും പാട്ടില് എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആക്കാമായിരുന്നു എന്ന് തോന്നിയ ഏതെങ്കിലും പാട്ടുണ്ടോ? ആമ്പൽപ്പൂ ചൂടി. അപ്പൊ അതിന്റെ ഇപ്പം ആ പാട്ടിങ്ങനെ യൂട്യൂബിലൊക്കെ വന്ന് കേൾക്കുമ്പം എനിക്കിത് ഇത്തിരി കൂടെ എന്റെ കഴിവിന് ഇതിന് കുറച്ചുകൂടെ പാടാമായിരുന്നു എന്ന് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ? അതിന്റെ 2 വരി പാടുവോ? ആമ്പൽപ്പൂ ചൂടി തിങ്കൾ കല പോലെ തിളങ്ങുന്നേ ആരംഭ ഖദീജാബിയോളി തൂകുന്നേ നല്ല മലരമ്പൻ മിഴിക്കുള്ളിൽ തീന പൂക്കുന്നേ മുല്ല മണമുള്ള മണവാട്ടി ചമന്നിടുന്നേ ചമന്നിടുന്നേ.
മുല്ല പോലെ തിളങ്ങുന്നേ ആരംഭ ഹരിജാതിയോളി തൂകുന്നേ നല്ല മലരമ്പൻ വിഴിക്കുള്ളിൽ തീനാ പൂക്കുന്നേ മുല്ല മണമുള്ള മണവാട്ടി ചമഞ്ഞിടുന്നേ ചമഞ്ഞിടുന്നേ. അപ്പം അസ്ലഹ് ഇപ്പം നിൽക്കുന്ന ഒരു ടോപ്പ് 10 എന്ന് പറയുന്നത് ഒരു എളുപ്പമുള്ള പൊസിഷൻ അല്ല അല്ലേ? ഇപ്പം നമ്മുടെ എല്ലാവരും ഫ്രണ്ട്സ് അല്ലേ? ആണ്. ഈ പാട്ട് ഇപ്പൊ പാടിയ പാട്ട് ഡിബേറ്റ് ആയിരുന്നില്ലേ? ആരെ കൂടെയായിരുന്നു? ദിയയുടെ കൂടെ. അപ്പം നമ്മുടെ പല ഫ്രണ്ട്സ് ആയിരുന്ന ആൾക്കാരും കൂടെ ഇല്ല ഇപ്പൊ. ഈ കണ്ടസ്റ്റൻസിൽ ഏറ്റവും ചാലഞ്ചിങ് ആയിട്ട് തോന്നിയ ആരാ? എല്ലാരും ചാലഞ്ചാണ്. എന്നാലും ഒരാളെ പറയാനാണ്, അല്ലെങ്കിൽ ഇതിൽ പാടിയ മറ്റ് കണ്ടസ്റ്റൻസ് പാടിയ ഏതെങ്കിലും ഒരു പാട്ട്, ഈ പാട്ട് എനിക്ക് പാടിയാൽ കൊള്ളാമായിരുന്നു എന്ന് തോന്നിയിരുന്നു? ഏത് പാട്ടാ? അതാര് പാടിയതായിരുന്നു? ദേവിക പാടിയ പാട്ട്. അപ്പൊ ആ പാട്ട് അറിയോ? കുറച്ചറിയാം. ട്രൈ ചെയ്യുന്നോ? അരിമുല്ലപ്പുഞ്ചിരി ചൊരിയും പുതിയ മണവാട്ടി മാരൻ മുഹമ്മദിൻ്റെ ചാരത്തണയും സരസ പുതുനാരി സരസ പുതുനാരി അരിമുല്ലപ്പുഞ്ചിരി ചൊരിയും പുതിയ മണവാട്ടി മാരൻ മുഹമ്മദിൻ ചാരത്തണയും സരസ പുതുനാരി അരിമുല്ലപ്പുഞ്ചിരി ചൊരിയും പുതിയ മണവാട്ടി മാരൻ മുഹമ്മദിൻ ചാരത്തണയും സരസ പുതുനാരി നാരിയായി ശബീവിക്ക് നാണമെന്തിനു ചൊല്ലണേ നാരിയായി ശബീവിക്ക് നാണമെന്തിനു ചൊല്ലണേ അരിമുല്ലപ്പുഞ്ചിരി ചൊരിയും പുതിയ മണവാട്ടി മാരൻ മുഹമ്മദിൻ ചാരത്തണയും സരസ പുതുനാരി. അപ്പം ഭയങ്കര പ്ലാൻസ് ഒക്കെ ഉള്ള കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പാട്ട് അല്ലേ? അപ്പൊ ഷെരീഫിക്കയുടെ പാട്ടുകളൊക്കെ നല്ലോണം ഫോളോ ചെയ്യുന്ന ഒരാളാണ് അല്ലേ? അത് അസ്ലഹിന്റെ പാട്ടിന്റെ ചില പ്ലാനുകളും പാടുന്ന ഒരു സംഗതികളിൽ കുറച്ച് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട്. ആണ് അല്ലേ? അപ്പൊ അങ്ങനെ പാടി കഴിയുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും അല്ലേ? അപ്പൊ നമ്മള് ഷെരീഫിക്കയുടെ പാട്ടുകളൊക്കെ ഒരുപാട് കേൾക്കുന്ന ഒരാളായത് കൊണ്ട് ഷെരീഫിക്കയുടെ ഏതെങ്കിലും ഒരു പാട്ട് പാടുമോ? ഓക്കെ. അല്ലാഹുവേ നീ തന്നതല്ലേ സൃഷ്ടിയിൽ ശ്രേഷ്ഠമാം മനുഷ്യജന്മം അഹദവനേ നിന്ദാനമല്ലേ ഭക്തിയിൽ മുക്തിയാം സത്യമാർഗം അല്ലാഹുവേ നീ തന്നതല്ലേ സൃഷ്ടിയിൽ ശ്രേഷ്ഠമാം മനുഷ്യജന്മം അഹദവനേ നിന്ദാനമല്ലേ ഭക്തിയിൽ മുക്തിയാം സത്യമാർഗം
കേളാക്കാതെ സൗന്ദര്യമേകിയോ നീയല്ലേ. ആയിരം മർത്യനെ ആയിരം കോലത്തിൽ ഭൂമിയിൽ തീർത്തതും നീയല്ലേ. മുത്ത് റസൂലിൻ്റെ ഉമ്മത്തിയായി ജന്മം തന്നതും നീയല്ലേ. എത്ര സ്തുതിച്ചാലും മതിയാവുമോ, ഏകയിലാഹേ കുതിമാറുമോ. അല്ലാഹുവേ നീ തന്നതല്ലേ സൃഷ്ടിയിൽ ശ്രേഷ്ഠമാ മനുഷ്യജന്മം. അഹദവനേ നിന്ദാനമല്ലേ ഭക്തിയിൽ മുക്തിയാം സത്യമാർഗം. അപ്പോൾ ഷെരീഫക്കാട് ഒരു പാട്ടില്ലേ, ഈ പാട്ട് ഷെരീഫക്ക കണ്ടാലോ? നല്ല ഹാപ്പി ആയിരിക്കും. നല്ല ഹാപ്പി ആയിരിക്കും. ഓക്കെ, അപ്പോൾ കാണാൻ ഇടയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ അസ്ലഹ് പറഞ്ഞു വീട്ടിൽ നിന്ന് നല്ല സപ്പോർട്ടാണ് എന്നൊക്കെ. അപ്പം വീട്ടിലെ ഒരു അറ്റ്മോസ്ഫിയർ എങ്ങനെയാണ്? നമ്മൾ കോമ്പറ്റീഷനൊക്കെ വരുന്ന സമയത്ത് അവരെല്ലാവരും ഒരേപോലെ പ്രാക്ടീസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ പുഷ് ചെയ്യുമോ, അതോ അസ്ലഹ് സ്വയം ഇനിഷ്യേറ്റീവ് എടുത്ത് പ്രാക്ടീസ് ചെയ്യാറാണോ? അങ്ങനല്ല, ഓല് തന്നെ പറഞ്ഞിട്ടാണ്. അപ്പം നമുക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിട്ടല്ല. അല്ല, താല്പര്യമൊക്കെ ഉണ്ട്, എന്നാലും അവര് നല്ലോണം സപ്പോർട്ടീവ് ആണ് അല്ലേ. അപ്പോൾ ഉപ്പാക്കും ഉമ്മാക്കൊക്കെ വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ട് ഒരു പാട്ട് പാടാൻ പറ്റുമോ? എന്തായാലും നമ്മൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് ഇവിടെ എത്തിച്ചതല്ലേ, അപ്പോൾ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും വേണ്ടിയിട്ട് ഡെഡിക്കേഷൻ ആയിക്കോട്ടെ. 5 നേരം കൈകൾ നീട്ടി റബ്ബേ ഞാനിതാ നെഞ്ചുരുക്കത്താലേ നിന്റെ മുമ്പിൽ വീണിതാ. കെഞ്ചിടുന്ന തേട്ടമെല്ലാം കേട്ടോ നീ സദാ. കനിവൊരുക്കി കൽബിൽ നിന്നും തീർക്കണേ വ്യഥ. 5 നേരം കൈകൾ നീട്ടി റബ്ബേ ഞാനിതാ നെഞ്ചുരുക്കത്താലേ നിന്റെ മുമ്പിൽ വീണിതാ. കെഞ്ചിടുന്ന തേട്ടമെല്ലാം കേട്ടോ നീ സദാ. കനിവൊഴുക്കി കൽബിൽ നിന്നും തീർക്കണേ വ്യഥ. അസ്ലഹ് പഠിക്കുന്ന സ്കൂൾ ഏതായിരുന്നു? ഞാൻ പഠിക്കുന്നത് GHS സ്റ്റേഡിയം മങ്കട. ഓക്കെ, എല്ലാവരും സ്കൂളിലൊക്കെ ഇപ്പം പോപ്പുലർ ആയിരിക്കും അല്ലേ? ആ, റിയാലിറ്റി ഷോയിൽ പാടുന്ന ഞങ്ങളുടെ അസ്ലഹ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവർക്കും ഭയങ്കര ഒരു ഇമേജ് ഒക്കെ ഉണ്ട്. ഫ്ലെക്സ് ഒക്കെ വന്നോ? വന്നു. എത്ര എണ്ണം? 1. സ്വന്തം വെച്ചാണോ? അല്ലല്ലോ, സ്കൂളിൽ നിന്ന് വെച്ചതാ. അപ്പൊ സ്കൂളിലത്തെ ടീച്ചേഴ്സും പ്രിൻസിപ്പളും അവരൊക്കെ എന്ത് പറയുന്നു അസ്ലഹിന്റെ ഒരു പെർഫോമൻസ് ഒക്കെ കണ്ടിട്ട്? അടിപൊളിയായിട്ടുണ്ട് പറഞ്ഞു. അപ്പൊ കലോത്സവങ്ങളിലുള്ള മത്സരത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. ഇത്തവണ കലോത്സവത്തിന് ഏത് പാട്ടാ പാടിയേ? മാപ്പിളപ്പാട്ട്, അരുളിന്റെ ദൂവി സുഹൃത്ത്. ഓക്കെ, നമ്മളെ ഷോയിലുള്ള തന്നെ ഒരുപാട് പേരുണ്ടായിരുന്നില്ലേ കോമ്പീറ്റ് ചെയ്യാൻ കൂടെ? ഷോയില് ഉണ്ടായിരുന്നു അല്ലേ? കുറെ പേര് മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതില് പാടിയ പാട്ട് ഒരു 2 വരി പാടാവോ? അരുളിന്റെ ദൂവി സൂറത്തെടുത്തോതുൽ ഖൈറ അലർജിങ്കൾ ബശറാ ഷയാത്തിങ്കൾ ശൂറൂറ അമയങ്ങൾ നീജ കണ്ട് സാകൾ തൊട്ടും കേസീറ അരുണപ്പേടുള്ളറൂറ ആകന്തേറും സൂറൂറ തരുണൽ കുൽഹുവല്ലാഹും മുഅവ്വദത്തിരുമേ താനെയോതിക്കൂടൈമേം വീടും മലർക്കാരമേ തമ്മലർത്താതിലുതി ശീരം മുഖം താനുമേ തശുകീടും മനമേ സമയത്തിൽ നിതമേ അരുളിന്റെ ദൂവി സൂറത്തെടുത്തോതുൽ ഖൈറ അലർജിങ്കൾ ബശറാ ഷയാത്തിങ്കൾ ശൂറൂറ അമയങ്ങൾ നീജ കണ്ട് സാകൾ തൊട്ടും കേസീറ അരുണപ്പേടുള്ളറൂറ ആകന്തേറും സൂറൂറ. പഠിക്കാൻ തന്നെ നല്ല പാടുപെട്ടൊരു പാട്ടായിരിക്കും അല്ലേ? വരികളൊക്കെ ഇങ്ങനെ, വരികളും അതിന്റെ പ്രൊണൗൺസിയേഷൻസിനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അല്ലേ? അപ്പൊ ഇവിടെ ഉള്ള ബാക്കി കണ്ടസ്റ്റൻസിൽ വെച്ചിട്ട് ഏറ്റവും ക്ലോസ് ഫ്രണ്ട് ആരാ? റസീൻ ആയിട്ടാണ് കമ്പനി. ഓക്കെ, അപ്പം
ഇനി നമ്മൾ ഇത്രയും നേരം കേട്ടതൊക്കെ മാപ്പിളപ്പാട്ട് അങ്ങനെയുള്ള ജോണറുള്ള പാട്ട്, പിന്നെ ഒരു ഫിലിം സോങ് ആണ് പാടിയത്. അതാണെങ്കിലും കുറച്ചൊരു ഹിന്ദുസ്ഥാനി ടച്ചുള്ള പാട്ടായിരുന്നു അല്ലേ? മലയാളത്തിൽ ഏതെങ്കിലും ഒരു ഫിലിം സോങ് പാടും? പറന്നു പോയൊരു കിളികളെ ഓർമ്മ തൻ വഴിയിലെ ചില്ലകളിൽ വരുമോ, നിറയുമീ മിഴിയിണയിലെ നീർമണി നനവുകൾ മായ്ച്ചിടുവാൻ വരുമോ, ഒരു തൂവൽ ഇനി തരുമോ, നിറങ്ങൾ വരുമോ, സ്വരങ്ങൾ വരുമോ, മഴയുടെ ശ്രുതി തരുമോ, ഒരു ദിനം കനവിൻ മലർവനം അരികിലതു മിഴികളിലടരുകയോ, ഇതുവരെ കരളിൽ പ്രിയമൊഴി മധു പകരും പല ദിനമോർത്തിടവേ, പണ്ട് പണ്ട് പൂത്ത മലരുകൾ മിന്നും മിന്നുങ്ങുകൾ ഒരു കുറിനി വരുമോ, നറുചിരിയുടെ ഇതളുകൾ പുലരൊളി നിറവുകൾ ഇരുളിത്തിലായി വരുമോ. അല്ലേ? അപ്പം ഫിലിം സോങ്സും ഒക്കെ ആളിങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുകയാണ് അല്ലേ? അപ്പോൾ അസ്ലഹനോട് ഒരു സെൽഫ് ഇവാലുവേഷൻ നടത്താൻ പറഞ്ഞു. അതായത് നമ്മൾ കുട്ടിക്കുപ്പായത്തിൽ വന്നതിന് ശേഷം ഇത്രയും റൗണ്ട്സ് കഴിഞ്ഞു, ജഡ്ജസ് ഒരുപാട് കമൻസ് പറഞ്ഞു തന്നു, ഒരുപാട് പാട്ടുകൾ പാടി, ഒരുപാട് എക്സ്പോഷറായി. അപ്പോൾ ഫസ്റ്റ് വന്ന അസ്ലഹനോട് അല്ലെങ്കിൽ സ്വന്തം ഒരു ഇവാലുവേഷൻ നടത്തിയിട്ട് എന്താ പറയാനുള്ളത്? ലൈക്ക് എവിടെയാണ് ഇനി ഇമ്പ്രൂവ് ചെയ്യണം എന്ന് ഫീൽ ചെയ്യുന്നത്? പാട്ടിൽ തന്നെ ഞാൻ ചോദിച്ചത്. പാട്ടിൽ അസ്ലഹനെ എന്നെ സ്വയം ഇവാലുവേറ്റ് ചെയ്യുമ്പം എൻ്റെ ചെറിയ ചില കാര്യങ്ങൾ ഞാൻ ബെറ്റർ ആക്കാനുണ്ട്, അങ്ങനെ ഫീൽ ചെയ്ത ഏതെങ്കിലും ഏരിയാസ് ഉണ്ടോ? പാട്ടിന്റെ പ്ലാൻസ് ഒക്കെ കുറച്ചും പാടി ഇമ്പ്രൂവ് ആക്കിയാൽ നല്ലതാണ്, കുറച്ചും കൂടെ. ഓക്കെ ഓക്കെ. അപ്പോൾ അങ്ങനെ നമ്മളെപ്പോഴും നമ്മുടെ ഒരു സെൽഫ് ഇവാലുവേഷൻ ഉണ്ടാകുമ്പോഴേ ഒരു ഇമ്പ്രൂവ്മെന്റ് വരുള്ളൂ അല്ലേ? അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മൾ പോകാൻ പോകുന്ന റൗണ്ട് എന്നൊക്കെ പറയുന്നത് എന്താന്നൊക്കെ വല്ല ഐഡിയ ഉണ്ടോ? ഇല്ല. അപ്പോൾ ക്വാർട്ടർ ഫിനാലെയും സെമി ഫൈനൽസും ഫൈനലും ഒക്കെ വരും. ഫൈനലൊക്കെ എത്തണ്ടേ? അറിയില്ല, അറിയില്ല. അതൊരു കോൺഫിഡൻസ് വേണ്ടേ നമുക്ക്? നമ്മൾ സ്വയം വിശ്വസിക്കണ്ടേ? എത്തുമെന്ന് ഇങ്ങനെ വിശ്വസിക്കേ. അപ്പോൾ അങ്ങോട്ട് പോവുകയാണെങ്കിൽ അതിലേക്ക് ഇതുവരെയുള്ള പ്രിപ്പറേഷൻസ് ചെയ്യുന്ന എന്തായിരിക്കും ഒന്ന് ബെറ്റർ ആക്കിയിട്ട് ചെയ്യാൻ ശ്രമിക്കുക? നല്ല പ്രാക്ടീസ് ചെയ്യും, കൺസിസ്റ്റന്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യും അല്ലേ? അപ്പൊ അസ്ലഹേ, നമ്മൾ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു അല്ലേ ഇന്ന് പാട്ടിനെ കുറിച്ച്. അപ്പൊ ഇനി അങ്ങോട്ട് പോകാൻ പോകുന്നതൊക്കെ കുറച്ച് ടഫായിട്ടുള്ള സ്റ്റേജസ് ആണ് അല്ലേ? 10 പേരാകുമ്പോൾ തന്നെ കോമ്പറ്റീഷൻസ് നന്നായിട്ട് മുറുകും. മുമ്പത്തെ റൗണ്ട്സിൽ കണ്ടില്ലേ 0.5 വ്യത്യാസം വരുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള കോമ്പറ്റീഷൻസിലേക്ക് കടക്കുമ്പോൾ അസ്ലഹ സ്വയം ഒരുപാട് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്ത് ഓൾ സെറ്റായിട്ട് അങ്കത്തട്ടിലേക്ക് ഇറങ്ങണം. ഓക്കെ, പിന്നെ നമ്മുടെ ഓഡിയൻസിനൊക്കെ വേണ്ടിയിട്ട് ഒരു പാട്ട് പാടിയിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്താലോ? ഓക്കെ.
അങ്ങനെ നമ്മുടെ ടോപ്പ് 10 കണ്ടസ്റ്റൻസിലെ ആദ്യത്തെ കണ്ടസ്റ്റന്റ് ആയിട്ട് നമ്മൾ അസ്ലഹിന്റെ വിശേഷങ്ങളൊക്കെ ഇന്ന് അറിഞ്ഞു. ഇനിയും നമ്മുടെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന്റെ ഒക്കെ വിശേഷങ്ങളുമായിട്ട് നിങ്ങൾ വീണ്ടും തിരിച്ചു വരുന്നതായിരിക്കും. അതുവരെ ദിസ് ഇസ് മീ ആതിര സൈനിങ് ഓഫ് ഫ്രം നാസ്കോ സിമൻസ് പുത്തൻകുട്ടിക്കുപ്പായം പവർഡ് ബൈ ആധാർ ഗോൾഡൻ ഡയമണ്ട്സ് പ്രസന്റഡ് ബൈ കിവി ഐസ്ക്രീംസ്. ബൈ. ഇശലുകൾ പെയ്തു പെയ്തിറങ്ങണ് മനസ്സുകളിൽ കുളിർ തിന്നലു തഴുകണ് കുപ്പി വളക്കൈയൊപ്പന മുട്ടണ് കൊലുസുകളിൽ മണിതാ